ബന്ദിമോചനം പൂർണ്ണമാകും വരെ ഗാസയിലെ ഹമാസ് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന. കസ്റ്റഡിയിൽ തുടരുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നാണ് സൈന്യം പറയുന്നത്. 57 പേർ ഹമാസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് കണക്ക്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, 57 പേർ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇതിൽ ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം 24 മാത്രമാണ് എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ടൊക്കെ ഇത്തരത്തിലൊരു കണക്കുകൾ തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും എല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്ന് പറയുമ്പോൾ ഈ 24 പേരുടെ മോചനമാണ് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ടത് എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും വിട്ടുവീഴ്ച നിലപാടുകളുമായി ഹമാസ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈഡൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ഒരു വിദേശ ബന്ദിയെ മോചിപ്പിക്കുന്നതിന് വരെ തയ്യാറായിരുന്നു ഹമാസ്. ശക്തമായ ആക്രമണം തുടർന്നതോടെ വീണ്ടും ആക്രമണം ശക്തമായി തുടരുകയും ആ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശത്രുവിന്റെ, അതായത് ഹമാസിന്റെ ശക്തി ക്ഷയിപ്പിക്കുകയും അവരുടെ പശ്ചാത്തലങ്ങൾ തകർക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്ന് പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഖത്തറിന്റെയും അതുപോലെ തന്നെ ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ബന്ദിമോചനം യാഥാർത്ഥ്യമാക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് ശക്തമായ പിന്തുണ ഉറപ്പാക്കുക എന്ന നിലപാടും തങ്ങളുടെ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് വളരെ കൃത്യമായി തന്നെ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കർശനമായ നടപടികൾ ഹമാസിനെതിരെ തുടരുകയും ആ നടപടികളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ട് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പല നിലപാടുകളും ഈ അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയായാലും ബന്ദികളുടെ മോചനം സാധ്യമാകുന്നതിനുള്ള അവസാന നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഈ നീക്കം അന്തിമമായി വിജയിച്ചതിന് ശേഷം മാത്രം തുടർ ചർച്ചകൾ മതി എന്ന നിലപാടുണ്ട്. അതിനുവേണ്ടി ബന്ദികളുടെ മോചനത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആക്രമണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഗോപിക, ഐസനാണ് വിവരങ്ങൾ നൽകിയത്.